Hi students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് about ത്രീ ഫേസ് ഹാഫ് വേവ് കൺട്രോൾ റെക്ടിഫയർ. ഓക്കെ, അപ്പോൾ ത്രീ ഫേസ് ഹാഫ് വേവ് കൺട്രോൾ റെക്ടിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രം ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. അതിന്റെ പ്രൈമറി ഡെൽറ്റ കണക്റ്റഡ് ആൻഡ് സെക്കൻഡറി സ്റ്റാർ കണക്റ്റഡ്. ഓക്കെ, അപ്പോൾ ഓരോ ഫേസിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സിംഗിൾ ഫേസിൽ പോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ഫേസിൽ ഓരോ തൈറസ്റ്റേഴ്സ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സിംഗിൾ ഫേസിൽ നമ്മൾ ഒരു ഫേസ് ഉള്ളായിരുന്നു, ഒരു തൈറസ്റ്റർ ഉള്ളായിരുന്നു. ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓരോ ഫേസിലും ഓരോ തൈറസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഫേസ് എയിൽ നമുക്ക് തൈറസ്റ്റർ T1 കണക്ട് ചെയ്തിട്ടുണ്ട്, ഫേസ് ബിയിൽ നമ്മൾ തൈറസ്റ്റർ T2 കണക്ട് ചെയ്തിട്ടുണ്ട്, ഫേസ് സിയിൽ നമ്മൾ തൈറസ്റ്റർ T3 കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കൺസിഡർ ചെയ്യുന്നത് എന്ത് ലോഡാണ്, റെസിസ്റ്റീവ് ലോഡാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ ത്രീ ഫേസ് ഹാഫ് വേവ് കൺട്രോൾ റെക്ടിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രം. ഓക്കെ, നമ്മൾ 3 ഫേസ് നമ്മൾ പ്രൈമറിയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ടിൽ എന്താ വരുന്നത്, ഔട്ട്പുട്ട് നമുക്ക് DC ആണ് വരുന്നത് അല്ലേ. ത്രീ ഫേസ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക, ത്രീ ഫേസ് AC ആയിരിക്കും ഇൻപുട്ടിൽ വരിക, ത്രീ ഫേസ് AC ആയിരിക്കും ഇൻപുട്ടിൽ വരിക. ഔട്ട്പുട്ടിൽ എന്താ വരുന്നത്, DC ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ത്രീ ഫേസ് ഇൻപുട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ട് നമുക്ക് എന്താ കിട്ടുന്നത്, DC ആണ് കിട്ടുന്നത്. ഓക്കെ, സോ ത്രീ ഫേസ് ഹാഫ് വേവ് കൺട്രോൾ റെക്ടിഫയർ വിത്ത് 6 ലോഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ പ്രൈമറി ഡെൽറ്റ കണക്റ്റഡും സെക്കൻഡറി സ്റ്റാർ കണക്റ്റഡ് ആണ്. അത് ഓരോ ഫേസിലും നമ്മൾ ഓരോ തൈറസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ തൈറസ്റ്റർ T1 കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക, തൈറസ്റ്റർ T1 കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറണ്ട് ഫ്ലോ എങ്ങനെ, സെക്കൻഡിലൂടെയുള്ള കറണ്ട് ഫ്ലോ T1 വന്ന് ലോഡിലൂടെ വന്ന് ന്യൂട്രൽ പോയിന്റ് വരും. ഓക്കെ, സോ നമുക്ക് T1 കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ് വരിക, VA വരും. സിമിലർലി T2 കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ് വരിക, ഇങ്ങനെ വന്ന് T2 വന്ന് ലോഡിലൂടെ വന്ന് ഓക്കെ, സോ T2 കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് VB വരും. അതുപോലെ തന്നെ T3 കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് വരും, DC വരും. ഓക്കെ, ഇതൊക്കെയാണ് 3 കാര്യങ്ങൾ. നമുക്ക് തൈറസ്റ്റർ T1 കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നാണ് വരിക, VA തന്നെ വരിക. T2 കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ VBN വരും, T3 കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ VCN വരും. ഓക്കെ, സോ നമ്മളിവിടെ കാണിച്ചിട്ടുള്ളതാണ് തൈറസ്റ്റർ T1, T2, T3ന്റെ നമ്മൾ അറിയാം ത്രീ ഫേസ് ആയിട്ടുള്ള വേവ് ഫോംസ് ആണ്. നമ്മൾ ത്രീ ഫേസ് വോൾട്ടേജ് ആണ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഇത് കാണിച്ചിട്ടുള്ളതാണ് VAN കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് VAN, this is VAN, this is VBN and this is VCN. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫേസ് A ഉണ്ട്, ഫേസ് B ഉണ്ട്, ഫേസ് C ഉണ്ട് അല്ലേ. അപ്പോൾ 3 ഫേസിലെ വോൾട്ടേജ് ആണ് കാണിച്ചിട്ടുള്ളത്. VAN നമ്മൾ സാധാരണ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാറ്, AN equal to VM sin omega t. VBN എന്താ വരിക, 120 ഡിഗ്രി ഫേസ് ഡിഫറൻസ് പ്ലസ് VM sin omega t മൈനസ് 120 ഡിഗ്രി. VCN എന്താ വരിക, VCN എന്ന് പറഞ്ഞാൽ VM sin omega t മൈനസ് 240 ഡിഗ്രി ആണ്. ഓക്കെ, മൈനസ് 240 ഡിഗ്രി. ഓക്കെ, സോ നമുക്ക് 3 വേവ് ഫോംസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. VM sin omega t കാണിച്ചു, VM sin omega t മൈനസ് 120, VM sin omega t മൈനസ് 240. ഓക്കെ, അതായത് VAN എന്ന് പറഞ്ഞാൽ 0 സ്റ്റാർട്ട് ചെയ്തു. അടുത്തത് VBN എന്ന് പറയുമ്പോൾ 120 ഡിഗ്രിക്ക് ശേഷം ഓക്കെ സ്റ്റാർട്ട് ചെയ്തു. അടുത്തത് 240 ഡിഗ്രിക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇത്ര മാത്രമാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് നോക്കേണ്ടത്, നിങ്ങൾ നോക്കിയേ, നമ്മളിവിടെ ഈ ഒരു ഫിഗറിൽ നമ്മൾ തൈറസ്റ്റേഴ്സ് ഒക്കെ കണക്ട് ചെയ്തിട്ടില്ല എങ്ങനെയാണ്, അതിന്റെ കാത്തോഡുകളൊക്കെ ഒരുമിച്ചാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. അതായത് 3 തൈറസ്റ്ററിന്റെയും കാത്തോഡുകൾ ഒരുമിച്ചാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. 3 തൈറസ്റ്റേഴ്സിന്റെയും കാത്തോഡുകൾ ഒരുമിച്ചിട്ട് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത് കാത്തോഡുകൾ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് തൈറസ്റ്റർ T1 ആണെങ്കിൽ നമുക്കിവിടെ കൊടുക്കുന്നത് എന്താണ് വരുന്നത്, നമുക്കിവിടെ ഉള്ളത് VA എന്നുള്ള വോൾട്ടേജ് ആണ്, ഇവിടെ VB എന്നുള്ള വോൾട്ടേജ് വരും, ഇവിടെ VC എന്നുള്ള വോൾട്ടേജ് ആണ് വരുന്നത് അല്ലേ. T1, T2 അതുപോലെ തന്നെ T3. അപ്പോൾ നമ്മുടെ വോൾട്ടേജ് T1, T2, T3 3 തൈറസ്റ്റേഴ്സും കോമൺ കാത്തോഡ് കോൺഫിഗറേഷനിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അറ്റ് എ ടൈം ഏത് തൈറസ്റ്റാണ് കണ്ടക്ട് ചെയ്യാൻ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക, 3ന്റെയും കാത്തോഡിൽ ഒരേ പൊട്ടൻഷ്യൽ ആണുള്ളത്. സോ ഏതിന്റെ ആനോഡിലാണോ കൂടുതൽ പൊട്ടൻഷ്യൽ വരുന്നത്, പോസിറ്റീവ് പൊട്ടൻഷ്യൽ അല്ലെ. സോ നമുക്ക് തൈറസ്റ്റേഴ്സ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്ത് ഇരിക്കണം, ആനോഡ് ഷുഡ് ബി മോർ പോസിറ്റീവ് ദാൻ കാത്തോഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ എല്ലാത്തിന്റെയും കാത്തോഡിന് ഒരേ പൊട്ടൻഷ്യൽ ആണുള്ളത്. സോ ഏതിന്റെ ആനോഡിനാണോ കൂടുതൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉള്ളത് അതായിരിക്കും എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇവിടെ ഇത് VAN അല്ലെ, VAN കൂടുതൽ പോസിറ്റീവ് ആവുന്നത് ഏത് പോയിന്റ് മുതൽ ഏത് പോയിന്റ് വരെയാണ്, ഈ ഒരു ഇൻസ്റ്റന്റിലാണ് കൂടുതൽ പോസിറ്റീവ് ആവുന്നത് അല്ലെ. ഈ ഒരു പോയിന്റിന് ശേഷമാണ് കൂടുതൽ പോസിറ്റീവ് ആവുന്നത്. ഓക്കെ, അതായത് ഈ ഒമേഗ t = 30 ഡിഗ്രിക്ക് ശേഷമാണ് നമുക്ക് T1 കൂടുതൽ പോസിറ്റീവ് ആവുന്നത്. അതുപോലെ T2
സോറി T1 അല്ല VAN കൂടുതൽ പോസിറ്റീവ് ആണ്. ഓക്കെ, അതേപോലെ നമുക്ക് VBN കൂടുതൽ പോസിറ്റീവ് ആണ് ഏത് പോയിന്റ് എടുത്താണ് ഈ ഒരു പോയിന്റ് ശേഷമാണ് VBN കൂടുതൽ പോസിറ്റീവ് ആകുന്നത്. അതുപോലെ VCN കൂടുതൽ പോസിറ്റീവ് ആണ് ഏതൊരു പോയിന്റ് ശേഷമാണ് ഈ ഒരു പോയിന്റ് ശേഷമാണ്. ഓക്കെ, അപ്പോ നമുക്ക് VAN എന്ന് പറഞ്ഞാൽ എവിടെയാണ് വരുന്നത്? നമുക്ക് തൈറോയ്ഡ് T1 അക്രോസ് ആണ് നമുക്ക് VAN കിട്ടുക അല്ലെ. സോ നമ്മൾ തൈറോയ്ഡ് T1 എപ്പോഴും ട്രിഗറിംഗ് കൊടുക്കാൻ പാടില്ല. എപ്പോഴാണോ VA എന്ന് പറഞ്ഞ വോൾട്ടേജ് കൂടുതലാവുന്നത്, കൂടുതൽ പോസിറ്റീവ് ആവുന്നത്, ആ സമയം മുതലേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? തൈറോയ്ഡ് T1 ട്രിഗറിംഗ് കൊടുക്കാൻ പാടില്ല. ഓക്കെ, സോ നമുക്ക് VAന് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആവുന്നത് ഒമേഗ ടിക്കുള്ള 30 ഡിഗ്രിക്ക് ശേഷമാണ്. അപ്പൊ നമ്മൾ തൈറോയ്ഡ് T1 നമ്മൾ ഏത് മുതലേ ട്രിഗറിംഗ് കൊടുക്കാൻ പാടുള്ളൂ? ഈ ഒരു പോയിന്റ് ശേഷം ട്രിഗറിംഗ് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, സോ ആൽഫ ഈക്വൽ ടു 0 ഫോർ തൈറോയ്ഡ് T1 എന്ന് പറഞ്ഞ ഏതാണ്? ഈ ഒമേഗ ടി ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ, അതുപോലെ VBN കൂടുതൽ പോസിറ്റീവ് ആവുന്നത് ഏതിനു ശേഷമാണ്? ഈ ഒരു പോയിന്റിന് ശേഷമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് ആണ് തൈറോയ്ഡ് T2യുടെ ആൽഫ ഈക്വൽ ടു 0. കാരണം തൈറോയ്ഡ് T2ന്റെ അക്രോസ് വരുന്ന വോൾട്ടേജ് എന്താണ്? VBN ആണ് അല്ലെ. അപ്പോ നമ്മൾ തൈറോയ്ഡ് T2ന്റെ ആനോഡിലേക്ക് നമ്മൾ ഫേസ് B ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ തൈറോയ്ഡ് T2 കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഫേസ് B എന്ത് ചെയ്യണം? കൂടുതൽ പോസിറ്റീവ് ആണ്. അപ്പൊ ഇതിന് ശേഷമാണ് ഫേസ് B എന്തായിട്ടുള്ളത്? കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ളത്. സോ നമ്മുടെ തൈറോയ്ഡ് T2ന്റെ ആൽഫ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിന്റ് ഏതാണ്? ഈ ഒരു പോയിന്റ് ആണ്. ഇനി നമ്മളെ VCN എപ്പോഴാണ് കൂടുതൽ പോസിറ്റീവ് ആവുന്നത്? ഈ ഒരു പോയിന്റ് ശേഷമാണ് VCN കൂടുതൽ പോസിറ്റീവ് ആവുന്നത്. സോ VCNന്റെ ആനോഡിൽ കൊടുത്തിട്ടുള്ള നമ്മളെ തൈറോയ്ഡ് T3ന്റെ ആനോഡ് കൊടുത്തിട്ടുള്ള എന്താണ്? VCലെ വോൾട്ടേജ് ആണ് അല്ലെ. സോ നമ്മുടെ തൈറോയ്ഡ് T3യുടെ ആൽഫ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ എത്രയാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ ആൽഫ ഈക്വൽ ടു 0 ഫോർ T1 എന്ന് പറയുന്നതാണ് 30 ഡിഗ്രിക്ക് ശേഷം നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. തൈറോയ്ഡ് T2 നമ്മൾ 150 ഡിഗ്രി അല്ലെങ്കിൽ അതിന് ശേഷം കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇതിന് 270 ഡിഗ്രിക്കാണ് ആൽഫ ഈക്വൽ ടു 0 എന്നുള്ള വാല്യൂ വരുന്നത്. ഓക്കെ, സോ നമ്മൾ ആൽഫ ലെസ് ദാൻ 30 ഡിഗ്രി ഉള്ള വേവ് ഫോം ആണ് വരച്ചിട്ടുള്ളത്. ആദ്യത്തെ 2 കേസാണ് നമ്മൾ പറഞ്ഞത് ആൽഫ ലെസ് ദാൻ 30 ഡിഗ്രി, അതുപോലെ തന്നെ ആൽഫ ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി. അപ്പൊ നമ്മൾ ഈ ഒരു കേസിൽ ഈ ഒരു വീഡിയോയിൽ ആൽഫ ലെസ് ദാൻ 30 ഡിഗ്രിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മളിവിടെ തുടക്കത്തിൽ തന്നെ എന്ത് വരച്ചിട്ടുണ്ട്? VAN വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 120 ഡിഗ്രിക്ക് ശേഷം ആര് വരച്ചിട്ടുണ്ട്? VBN വരച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 240 ഡിഗ്രിക്ക് ശേഷം ആര് വരച്ചിട്ടുണ്ട്? VCN വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ആൽഫ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഫോർ T1ന്റെ ആൽഫ ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റ് 30 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോ നമ്മളെ ഫയറിംഗ് ആംഗിൾ 0 ഡിഗ്രിയാണ് ഫയറിംഗ് ആംഗിൾ എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് T1 നമ്മൾ എവിടെ നിന്ന് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങണം? 30 ഡിഗ്രിയിൽ നിന്ന് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങണം. ഓക്കെ, അപ്പൊ ഓരോ തൈറോയ്ഡ് എത്ര ഡിഗ്രിയാണ് കണ്ടക്ട് ചെയ്യുക? 120 ഡിഗ്രിയാണ് കണ്ടക്ട് ചെയ്യുക. ഓക്കെ, 3 ഫേസ് ആണ്. സോ ഓരോ തൈറോയ്ഡും 120 ഡിഗ്രി കണ്ടക്ട് ചെയ്യും. സോ ഈ ഫയറിംഗ് ആംഗിൾ 0 ഡിഗ്രി T1 വുഡ് ബിഗിൻ ഇറ്റ്സ് കണ്ടക്ഷൻ ഫ്രം ഒമേഗ ടി ഈക്വൽ ടു 30 ഡിഗ്രി ടു എവിടെ വരെ കണ്ടക്ട് ചെയ്യും? 150 വരെ കണ്ടക്ട് ചെയ്യും. T2 എന്ന് പറഞ്ഞാൽ എവിടെ മുതൽ എവിടെ കണ്ടക്ട് ചെയ്യും? നമുക്കറിയാം 150 മുതൽ 270 വരെ കണ്ടക്ട് ചെയ്യും. T3 എന്ന് പറഞ്ഞാൽ 270 മുതൽ 390 ഡിഗ്രി വരെ കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഇൻ അതർ വേർഡ്സ് നമുക്ക് എന്ത് പറയാം? ഫയറിംഗ് ആംഗിൾ ഓഫ് ദിസ് കൺട്രോൾഡ് കൺവേർട്ടർ വുഡ് ബി മെഷർഡ് ഫ്രം ഒമേഗ ടി ഈക്വൽ ടു 30 ഡിഗ്രി ഫോർ T1, omega t equal to 150 degree for T2 and omega t equal to 270 degree for T3. അതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? നമ്മൾ തൈറോയ്ഡ് T1ന്റെ ഫയറിംഗ് ആംഗിൾ എവിടുന്നാണ് മെഷർ ചെയ്യുക? ഒമേഗ ടി ഈക്വൽ ടു 30 ഡിഗ്രി എന്നാണ് തുടങ്ങുക. തൈറോയ്ഡ് T2ന്റെ ഫയറിംഗ് ആംഗിൾ എവിടെ നിന്നാണ് തുടങ്ങുക? ഒമേഗ ടി ഈക്വൽ ടു 150 ഡിഗ്രി എന്നാണ് തുടങ്ങുക. ആൻഡ് തൈറോയ്ഡ് T3ന്റെ ഫയറിംഗ് ആംഗിൾ എവിടുന്നാണ് തുടങ്ങുക? ഒമേഗ ടി ഈക്വൽ ടു 270 ഡിഗ്രി എന്നാണ് തുടങ്ങുക. ഓക്കെ, അപ്പൊ ആൽഫ 0 ആണെങ്കിൽ തൈറോയ്ഡ് T1 എവിടെ നിന്ന് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും? തൈറോയ്ഡ് T1 30 ഡിഗ്രിയിൽ നിന്ന് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. T2 എന്ന് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും 150 ഡിഗ്രിയിൽ നിന്ന്. T3 270 ഡിഗ്രിയിൽ നിന്ന് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് ഒരു കാര്യം പറയാം. ഫോർ ഫയറിംഗ് ആംഗിൾ ലെസ് ദാൻ 30 ഡിഗ്രിയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഫയറിംഗ് ആംഗിൾ ലെസ് ദാൻ 30 ഡിഗ്രി ആണെങ്കിൽ മാത്രമാണ് ഇങ്ങനെ. ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി ആകുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരും. ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ T1 കണ്ടക്ട് ഫ്രം 30 പ്ലസ് ആൽഫ ടു 150 പ്ലസ് ആൽഫ. നമുക്കറിയാം ഓരോ തൈറോയ്ഡ് 30 ഡിഗ്രി കണ്ടക്ട് ചെയ്യും, 120 ഡിഗ്രി കണ്ടക്ട് ചെയ്യും. സോ 30 പ്ലസ് ആൽഫ മുതൽ 150 പ്ലസ് ആൽഫ വരെയാണ് ആര് കണ്ടക്ട് ചെയ്യുക? T1 കണ്ടക്ട് ചെയ്യുക. ആൽഫ 0 ആണെങ്കിൽ 30 മുതൽ 150 വരെ. ഓക്കെ, അടുത്തത് തൈറോയ്ഡ് T2 എവിടുന്ന കണ്ടക്ട് ചെയ്യുക? തൈറോയ്ഡ് T2ന്റെ ആൽഫ ഈക്വൽ 0 എന്ന് പറഞ്ഞ പോയിന്റ് 150 ആണ്. സോ 150 മുതൽ 270 ഡിഗ്രിയാണ് ആൽഫ 0 വരെ 0 ആണെങ്കിൽ കണ്ടക്ട് ചെയ്യുക. അപ്പൊ ജനറൽ നമുക്ക് എന്ന് പറയാം ആൽഫ ലെസ് ദാൻ 30 ഡിഗ്രി ആണെങ്കിൽ തൈറോയ്ഡ് T2 150 പ്ലസ് ആൽഫ മുതൽ 270 പ്ലസ് ആൽഫ വരെ കണ്ടക്ട് ചെയ്യും. അതേപോലെ തൈറോയ്ഡ് T3ന്റെ ആൽഫ ഈക്വൽ 0 എന്ന് പറഞ്ഞ പോയിന്റ് 270 ആണ്. സോ നമുക്ക് ജനറൽ എന്ത് പറയാം? തൈറോയ്ഡ് T3 270 പ്ലസ് ആൽഫ മുതൽ 390 പ്ലസ് ആൽഫ വരെ കണ്ടക്ട് ചെയ്യുമെന്ന് പറയാം. ഓക്കെ,
സോ ഞാൻ ആൽഫ ലെസ് ദാൻ 30 ഡിഗ്രി ഒരു വേവ് ഫോം വരയ്ക്കുകയാണ്. അപ്പൊ വേവ് ഫോം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാനതൊരു ഒരു 3 ഫേസ് വേവ് ഫോം ഇൻപുട്ട് വോൾട്ടേജ് വരച്ചിട്ടുണ്ട്. VAN, VBN അതേപോലെ VCN വരച്ചിട്ടുണ്ട്. ഓക്കെ, ഓരോന്നും 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണുള്ളത്. ഞാനപ്പോ തരച്ച് T1 എത്ര ഡിഗ്രിയിലെ ട്രിഗറിംഗ് പൾസ് കൊടുക്കുന്നത്? ആൽഫ ലെസ് ദാൻ 30 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് നമ്മൾ എവിടുന്ന തരുന്നത്? ആൽഫ ലെസ് ദാൻ 30 ഡിഗ്രി. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ ഞാൻ 15 ഡിഗ്രിയാണ് കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ എവിടുന്ന ട്രിഗറിംഗ് പൾസ് കൊടുക്കുന്നത്? T1 ട്രിഗറിംഗ് പൾസ് കൊടുക്കുന്നത് 30 പ്ലസ് ആൽഫ. 30 പ്ലസ് ആൽഫ എന്നായതുകൊണ്ട് എപ്പോൾ ട്രിഗറിംഗ് പൾസ് കൊടുക്കണം? 45 ഡിഗ്രി. നോക്കുക, ഏകദേശം നമ്മളൊരു 45 ഡിഗ്രി എന്നുള്ള ഒരു പോയിന്റാണ് നമ്മൾ എന്തൊരു ട്രിഗറിംഗ് പൾസ് കൊടുക്കുന്നത്. ആർക്കാണ്? തരച്ച T1 ട്രിഗറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ്? 45 ഡിഗ്രി. ഓക്കെ, ഇനി തരച്ച T2 നമുക്ക് എവിടുന്ന? T2 നമ്മൾ ട്രിഗറിംഗ് പൾസ് കൊടുക്കുന്നത് 150 പ്ലസ് ആൽഫ എന്നുള്ള പോയിന്റ് ആണ് അല്ലെ. അപ്പൊ T2 ട്രിഗറിംഗ് പൾസ് കൊടുക്കുന്നത് 150 പ്ലസ് ആൽഫ 15 ഡിഗ്രി ആണെങ്കിൽ ഒരു 165 ഡിഗ്രി അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കുക, 150 എന്നുള്ള പോയിന്റ് ഇതാണ് 165 എന്നുള്ള പോയിന്റ്. ഈ ഒരു പോയിന്റാണ് നമ്മൾ ആർക്ക് ട്രിഗറിംഗ് പൾസ് കൊടുത്തിട്ടുള്ളത്? തരച്ച T2 ട്രിഗറിംഗ് പൾസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി തരച്ച T3 ട്രിഗറിംഗ് പൾസ് എവിടുന്ന കൊടുക്കുന്നത്? തരച്ച T3 ട്രിഗറിംഗ് പൾസ് കൊടുക്കുന്നത് 270 പ്ലസ് ആൽഫ എന്നുള്ള പോയിന്റ് ആണ്. ഇതാണ് നമ്മുടെ 270 എന്നുള്ള പോയിന്റ്. 270 പ്ലസ് ആൽഫയിൽ നിങ്ങൾ നോക്കിയാൽ ഇവിടെയാണ് നമ്മൾ തരച്ച T3 ട്രിഗറിംഗ് പൾസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ T1 ട്രിഗറിംഗ് പൾസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ കിട്ടുക? T1 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ VAN. അപ്പം മുകളിലോട്ട് നോക്കുക, T1 ഇവിടെ മുതൽ അതായത് 30 പ്ലസ് ആൽഫ മുതൽ 150 പ്ലസ് ആൽഫ വരെ. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ ഫോർ എക്സാമ്പിൾ ഇവിടെ 45 ഡിഗ്രി മുതൽ 165 ഡിഗ്രി വരെയാണ് ഏകദേശം നമ്മളിവിടെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് തൈറസ് T1. ഓക്കെ, അപ്പോൾ തൈറസ് T1 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ് വരിക? VAN. മുകളിലോട്ട് നോക്കുക, VANന്റെ ഷേപ്പ് എന്താണ്? VANന്റെ ഇവിടുത്തെ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരിക അല്ലെ. അപ്പോൾ എന്താണോ VANന്റെ ഷേപ്പ് അത് നമുക്ക് T1 കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇസ് VAN. ഇനി T2 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? മുകളിലോട്ട് നോക്കുക, എന്താണോ VBNന്റെ ഷേപ്പ് എന്താണോ ഉള്ളത് ഈ ഇന്റർവെല്ലിൽ കേട്ടോ, ഈ ഡോട്ടഡ് ലൈനുള്ള ഈ ഇന്റർവെൽ എന്താണോ ഉള്ളത് അത് വരയ്ക്കുക, VBN വരയ്ക്കൂ. അടുത്തെന്താണ്? T3 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എന്താണോ നമുക്ക് VCN ഉള്ളത് അത് വരയ്ക്കുക. ഓക്കെ, ദിസ് ഇസ് VCN. ഇതാണ് നമ്മളൊരു സൈക്കിൾ കേട്ടോ. വീണ്ടും ഇവിടെ VAN വരും. VAN, VBN, VCN ഇത്രയാണ് നമ്മളൊരു സൈക്കിള്. അതിനുശേഷമാണ് വീണ്ടും എന്തെന്നത് അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ ഔട്ട്പുട്ട് കറണ്ട് വരച്ചിട്ടുള്ളത് DC ആണ് നമുക്കറിയാം. സോ DCയുടെ ആവറേജ് വാല്യൂ എടുത്തിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ആവറേജ് വാല്യൂ ഓഫ് DC എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അപ്പൊ ഞാൻ ഔട്ട്പുട്ടിൽ ഒരു കോൺസ്റ്റന്റ് ഇവിടെ വരയ്ക്കാൻ കാരണം എന്താണ്? ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത് എന്താണ്? ഒരു ആവറേജ് വാല്യൂ ആണ്. ഔട്ട്പുട്ടിന്റെ ആവറേജ് വാല്യൂ ആണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കറണ്ട് ആണ് ഞാൻ ഒരു കോൺസ്റ്റന്റ് DC ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇതിന്റെ ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് കാണാം. എങ്ങനെയാണ് നമ്മൾ V0ന്റെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുക? V0ന്റെ ആവറേജ് വാല്യൂ ഈക്വൽ ടു നമുക്കൊരു സൈക്കിൾ എന്താണ്? ഇതാണ് ഒരു സൈക്കിൾ അല്ലെ. VAN, VBN, VCN കഴിഞ്ഞ് VN ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് എത്രയാണ് പോയിന്റ്? ദിസ് ഇസ് 30 പ്ലസ് ആൽഫ. ഓക്കെ, സോ നമുക്ക് എവിടെ തൊട്ട് എവിടെ വരെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? നമുക്ക് 30 പ്ലസ് ആൽഫ മുതൽ അല്ലെ 30 പ്ലസ് ആൽഫ മുതൽ ഇവിടെ ഈ ഒരു പോയിന്റ് എത്രയാണ്? ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ 390 പ്ലസ് ആൽഫ അല്ലെ. 30 പ്ലസ് ആൽഫ മുതൽ 390 പ്ലസ് ആൽഫ വരെയാണ് നമ്മളൊരു സൈക്കിൾ വരുന്നത്. അപ്പൊ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് എന്തായി? 390 പ്ലസ് ആൽഫ മൈനസ് 30 പ്ലസ് ആൽഫ എന്ന് പറയുമ്പോൾ ആൽഫയും ക്യാൻസൽ ആവും. 390 മൈനസ് 30 എന്ന് പറയുമ്പോൾ എത്ര വരിക? 360 ഡിഗ്രി. അപ്പൊ നമ്മളൊരു സൈക്കിൾ എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? നമ്മളൊരു സൈക്കിൾ എന്ന് പറയുന്നത് 1/2π. ഓക്കെ, ഇനി ഇന്റഗ്രൽ ഏത് മുതൽ ഏതുവരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ നോക്കുക, ഇവിടുന്ന് VAN, VBN, VCN എല്ലാം ഒരേപോലത്തെ വേവ് ഫോം ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? VANനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഏത് മുതൽ ഏത് വരെ? നമ്മുടെ 30 പ്ലസ് ആൽഫ മുതൽ 150 പ്ലസ് ആൽഫ വരെ VAനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അത് 3 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? കാരണം ഇതേ ഏരിയ തന്നെയാണ്, സെയിം ഏരിയ തന്നെയാണ് എവിടെ വരുന്നത്? VBNലും വരുന്നത്, VCNലും വരുന്നത്. അപ്പൊ ഞാൻ എന്താ ചെയ്യണത്? 3 തവണ എന്ത് ചെയ്യുന്നു? നമ്മുടെ VAന്റെ ഏരിയ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പൊ VAന്റെ ഏരിയ എങ്ങനെ കിട്ടുക? ഈ ഒരു ഇൻസ്റ്റന്റ് ഇത് എത്രയാണ്? 30 പ്ലസ് ആൽഫ അല്ലെ. 30 പ്ലസ് ആൽഫ എന്ന് പറഞ്ഞാൽ 5/6 പ്ലസ് ആൽഫ. 30 പ്ലസ് ആൽഫ. അടുത്ത എന്താണ്? 5/6 പ്ലസ് ആൽഫ VM sin ഒമേഗ ടി ഡി ഒമേഗ ടി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ഈക്വൽ ടു 3/2π മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 5/6 പ്ലസ് ആൽഫ ടു 5/6 പ്ലസ് ആൽഫ VM sin ഒമേഗ ടി. അപ്പൊ നമുക്ക് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് 3√3 VM/2π cos ആൽഫ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്യുന്ന വാല്യൂ എന്താണ്? ഫേസ് വാല്യൂവിന്റെ മാക്സിമം വാല്യൂ ആണ് VMP എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് √3 VMP എന്ന് പറഞ്ഞാൽ എന്ത് ആയിട്ട് റീപ്ലേസ് ചെയ്യാം? VML എന്ന് പറഞ്ഞാൽ എന്താണ്?
ലൈൻ വാല്യൂന്റെ മാക്സിമം വാല്യൂ. അപ്പൊ രണ്ട് രീതിയിൽ ഇക്വേഷൻ എഴുതാം. 3√3 Vm/2π cos alpha എന്ന് പറഞ്ഞാൽ Vm എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂന്റെ മാക്സിമം വാല്യൂ, 3/2π Vm cos alpha എന്ന് പറയുകയാണെങ്കിൽ ലൈൻ